റീൽസ് വീഡിയോകളിലൂടെയും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളിലൂടെയും ആൽബത്തിലൂടെയും ശ്രദ്ധ നേടുകയാണ് മരണപ്പെട്ടുപോയ അതുല്യ മിമിക്രി കലാകാരനും നടനുമായിരുന്ന കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി. സുധിച്ചേട്ടന്റെ മരണത്തിന് ശേഷം ജീവിതമാർഗമായി തിരഞ്ഞെടുത്തത് സുധിച്ചേട്ടന്റെ ഭാര്യയായ രേണു അഭിനയ മാർഗമായിരുന്നു. അഭിനയത്തിൽ തന്റേതായ മികവ് കണ്ടെത്താനും രേണുവിന് സാധിച്ചു. ഭർത്താവിന്റെ മരണശേഷം അഭിനയ രംഗത്തേക്ക് ചുവടുവെച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ രേണുവിന് നേരിടേണ്ടി വന്നത്. എന്നാൽ അത്തരത്തിലുള്ള മോശപ്പെട്ട വിമർശനങ്ങളൊക്കെ തന്നെയും മറന്നുകടന്ന് തന്റെ ആരാധകർക്ക് വേണ്ടിയും തന്റെ മക്കൾക്ക് വേണ്ടിയും മുന്നോട്ട് നീങ്ങുകയാണ് രേണു. മക്കൾക്ക് വേണ്ടി ജീവിച്ച് മുന്നേറുകയാണ് രേണു സുധി. ഇപ്പോൾ ഇതാ ഒരു അപകട വാർത്തയെക്കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് നടി നടത്തുന്നത്. രേണു സുധി തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറഞ്ഞതും. ട്രെയിനിൽ നിന്നും വീണ ഒരു സംഭവത്തെക്കുറിച്ചാണ് രേണു സുധി തുറന്ന് സംസാരിച്ചത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എനിക്കൊരു അപകടം സംഭവിച്ചു, ട്രെയിനിൽ നിന്നും ഞാനൊന്ന് വീണു, CT സ്കാനൊക്കെ എടുത്തു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാണ് രേണു സുധി പറഞ്ഞത്. അതേസമയം ആരാധകർ എല്ലാവരും രേണുവിന് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. നിലവിൽ രേണുവിന് ഒരു കുഴപ്പവുമില്ല, CT സ്കാൻ എല്ലാം എടുത്തു, എല്ലാം നോർമലാണ്. മലയാളികൾക്ക് എല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയങ്കരിയായ താരമാണ് രേണു സുധി എന്ന് പറഞ്ഞേ മതിയാകൂ. ട്രെയിനിലാണ് താരം ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെയും യാത്ര ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലഗേജും ഉണ്ടാകും. ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു രേണു സുധി. തൊട്ടു പിന്നാലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. AC കമ്പാർട്ട്മെന്റിലായിരുന്നു രേണു സുധി യാത്ര ചെയ്യാൻ ഒരുങ്ങിയത്. ലഗേജ് എല്ലാം കൊണ്ട് AC കമ്പാർട്ട്മെന്റിലേക്ക് കയറാനിരുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ഒരു തിരിവ് വന്നത്. പെട്ടെന്ന് തലയിടിച്ച് കമ്പാർട്ട്മെന്റിൽ വീഴുകയായിരുന്നു. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോവുകയും CT സ്കാൻ എടുക്കുകയും ചെയ്തു. എല്ലാം നോർമൽ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ലാത്ത പക്ഷം ഡോക്ടർ ഷൂട്ടിങ്ങിലേക്ക് തന്നെ തിരിച്ചു പോവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തുകയും ഷൂട്ടിന്റെ ബാക്കി എപ്പിസോഡുകളൊക്കെ തന്നെയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു. മലയാളികൾക്ക് എല്ലാവർക്കും ഏറെക്കുറെ പ്രിയങ്കരനായ മിമിക്രി താരവും നടനുമായിരുന്നു കൊല്ലം സുധി. കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് അഭിനയ രംഗത്തേക്ക് സജീവമായി ചുവടുവെച്ചത്. തന്റെ 2 മക്കളെ പോറ്റാനുള്ള വഴിയും മാർഗവുമായിട്ടാണ് രേണു സുധി ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. അഭിനയ രംഗത്ത് തന്റെ എല്ലാ കഴിവുകളും പ്രകടമാക്കിയ രേണുവിന് നിരവധി ആരാധകരും വിമർശകരുമുണ്ട്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീട്ടിൽ ചടഞ്ഞുകൂടണം എന്നുള്ള അഭിപ്രായക്കാരാണ് രേണുവിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ അറിയിച്ചും എത്തിയത്. എന്നാൽ അത്തരത്തിലുള്ള മോശപ്പെട്ട വിമർശനങ്ങളിലൊന്നും തളരാതെ തന്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് രേണു സുധി. രേണു സുധിക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. രേണു തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട്. അതൊക്കെ തന്നെയും കടുത്ത വിമർശനങ്ങൾക്ക് കാരണമാകാറുമുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയും വകവയ്ക്കാതെ മുന്നോട്ട് ജീവിക്കുന്ന രേണുവിന് നിരവധി താരങ്ങളാണ് സപ്പോർട്ടുമായി എത്താറുമുള്ളത്. നിരവധി പേരാണ് രേണുവിനെ അനുകൂലിച്ച് സപ്പോർട്ടുമായി രംഗത്തെത്തിയത്. ഒരാളെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ പാടുണ്ട്, അവരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ആരാധകരും രംഗത്തെത്തിയത്. ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരം തന്നെയാണ് രേണു. നിങ്ങൾക്ക് രേണു സുധിയെ ഇഷ്ടമാണോ? വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്.